ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് ഊപ്സ് ആണ്. ഊപ്സ് കേട്ടിട്ടുണ്ടോ? എന്താ ഊപ്സ് എന്നുള്ളത്? ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് നമ്മൾ എന്ത് പറയുന്നത്? ഊപ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്? പൈത്തൺ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണോ? പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണോ? അല്ല. അല്ലേ? ആണോ? അറിയില്ല. പിന്നെ നമ്മൾ എന്തിനാ പൈത്തണിനകത്ത് ഊപ്സ് പഠിക്കുന്നത്? എന്തിനാ? ആണ്. പൈത്തൺ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇനി ഒബ്ജക്റ്റ് ഓറിയന്റഡ് മാത്രമാണോ? അല്ല, ഫംഗ്ഷൻ എന്ത് കൂടിയാ? ഫംഗ്ഷൻ ഓറിയന്റഡ് കൂടിയാണ് അല്ലെ? നമ്മളിപ്പോ ഫംഗ്ഷൻ പഠിച്ച് ഫംഗ്ഷൻ വെച്ച് കുറെ പ്രോബ്ലംസും ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പൊ പൈത്തൺ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആണ്, കൂടാണ്ട് ഫംഗ്ഷൻ ഓറിയന്റഡും കൂടിയാണ്. ഓക്കെ, ഇനി എന്താ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ? എന്താ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ? വസ്തു. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞ, ഇപ്പൊ നമ്മുടെ ലാപ്ടോപ്പ് ഒരു ഒബ്ജക്റ്റ് ആണ് അല്ലെ? ഫോൺ ഒരു ഒബ്ജക്റ്റ് ആണ്. അപ്പം ഇങ്ങനെയുള്ള ഒബ്ജക്റ്റിനെ നമ്മൾ അതേപടി നമ്മളെ പ്രോഗ്രാമിലോട്ട് കൊണ്ടുവരുന്നതാണ് എന്ത്? ഊപ്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കാണുന്ന ഒബ്ജക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ റൈറ്റ് ചെയ്യുന്ന, നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിലോട്ട് കൊണ്ടുവരണം. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഊപ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസ് എന്താന്ന് പഠിക്കണം, ഒബ്ജക്റ്റ് എന്താണ് പഠിക്കണം, പിന്നെ ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, എൻക്യാപ്സുലേഷൻ, ഡാറ്റ അബ്സ്ട്രാക്ഷൻ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഏതിൽ പഠിക്കാനുണ്ട്? ഈ ഊപ്സിന്റെ അകത്ത് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താ? ക്ലാസും ഒബ്ജക്റ്റും ആണ്. അപ്പൊ എന്താ ക്ലാസ്, എന്താ ഒബ്ജക്റ്റ് കേട്ടിട്ടുണ്ടോ? ഇല്ല. നമുക്ക് ഊപ്സിനകത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ടേംസ് ആണ് ക്ലാസും ഒബ്ജക്റ്റും. അതില് ക്ലാസ് എന്ന് പറയുന്നത് ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ ഡിസൈൻ ഓഫ് ആൻ ഒബ്ജക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താ ഡിസൈൻ എന്ന് പറഞ്ഞാൽ? എന്താ ബ്ലൂ പ്രിന്റ് എന്ന് പറഞ്ഞാൽ? നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ക്രിയേറ്റ് ഉണ്ടാക്കാനുള്ള ചെയ്യണമെങ്കിൽ മുൻമാതൃക. അതായത് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു പൂക്കളം ഇടണം. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ആ പൂക്കളത്തിന് ഡിസൈൻ വരക്കും അല്ലെ? എന്നിട്ട് ആ ഡിസൈൻ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു പൂക്കളം നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ഇതേപോലെ ക്ലാസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിന്റെ ഡിസൈൻ അല്ലെങ്കിൽ ബ്ലൂ പ്രിന്റ് ആണ് എന്ത്? ക്ലാസ്. അതായത് നമ്മൾ ഈ ക്ലാസ് വെച്ചിട്ടായിരിക്കും എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ക്ലാസ് എന്താന്ന് ക്ലിയർ അല്ലേ? അപ്പൊ ഒബ്ജക്റ്റ് എന്താ? ഒബ്ജക്റ്റ് ക്ലാസ്സിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന വസ്തു. ഈ ക്ലാസ് വെച്ച് നമ്മൾ എന്താണോ ക്രിയേറ്റ് ചെയ്യുന്നത് അതാണ് എന്ത്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താ? ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ് ആണ് എന്ത്? ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മളൊരു വീട് വെക്കുന്നു. അപ്പൊ വീട് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണോ ക്ലാസ് ആണോ? വീട് ഒബ്ജക്റ്റ്. അത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം വരയ്ക്കുന്ന പ്ലാൻ ആണ് എന്ത്? ക്ലാസ് എന്ന് പറയുന്നത്. ഇനി റിയൽ ടൈം എക്സിസ്റ്റൻസ് ഏതിനാ? ക്ലാസ്സിനാണോ ഒബ്ജക്റ്റിനാണോ? ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിന് അല്ലെ? ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ പറയുന്ന ഡിസൈൻ മാത്രമാണ് അല്ലെ? അപ്പൊ നമുക്ക് റിയൽ ആയിട്ട് കാണാൻ പറ്റുന്ന എപ്പോഴും എന്തായിരിക്കും? ഒബ്ജക്റ്റ് ആയിരിക്കും. ഇനി പറയുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് ഒരു വീട് വെക്കണം. ഞാൻ എന്ത് ചെയ്തു? അതിനൊരു പ്ലാൻ തയ്യാറാക്കി. അപ്പൊ ഒരു പ്ലാൻ വെച്ച് ഞാൻ എന്ത് ചെയ്തു? ഒരു സ്ഥലത്ത് ഒരു വീട് എടുത്തു. ഇപ്പൊ കൊച്ചിയിലത്ത് ഞാനൊരു വീട് പണിതു. എനിക്കത് കൊച്ചിയിൽ മാത്രമേ പണിയാൻ പറ്റൂ? സെയിം പ്ലാൻ വെച്ച് എനിക്ക് വേറെ കോഴിക്കോടും കൂടി പണിതൂടെ? അതായത് ക്ലാസ് എന്ന് പറയുന്ന ഒറ്റൊന്നേ ഉണ്ടാവും, പക്ഷെ അത് വെച്ച് നമുക്ക് എത്ര ഒബ്ജക്റ്റ് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ? ഓക്കെ, അപ്പൊ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു? എന്താ ക്ലാസ് എന്ന് പറഞ്ഞു അല്ലെ? ക്ലാസ് എന്താ? ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ ഡിസൈൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ആണ് എന്ത്? ക്ലാസ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് എന്താ? ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ് ആണ് എന്ത്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. റിയൽ ടൈം എക്സിസ്റ്റൻസ് ഏതിനാ ഉണ്ടാവുക? ഒബ്ജക്റ്റിനാണ്. ഇനി ഒന്ന് മാത്രം ഏത്? ഒന്നും അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഏതാ ഉണ്ടാവുക? ഒബ്ജക്റ്റ് എത്ര എണ്ണം ഉണ്ടോ? കുറെ ഉണ്ടാവും അല്ലെ? ക്ലാസ് എന്ന് പറയുന്നത് ഒന്നേ ഉണ്ടാവും. ഈ ഒരു ക്ലാസ് വെച്ച് നമുക്ക് എത്ര ഒബ്ജക്റ്റ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ഒബ്ജക്റ്റ് എന്താ നോക്കാം. ഇപ്പൊ ഒബ്ജക്റ്റ് പറയുന്നത് നമ്മൾ ക്ലാസ് വെച്ച് ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്ത്? ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു. ഈ ഒബ്ജക്റ്റിന് നമുക്ക് രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒബ്ജക്റ്റിന് രണ്ട് പാർട്ട് ഉണ്ടാവും. ഒന്നാമത് എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസും രണ്ടാമത്തത് ബിഹേവിയറും ആണ്. ഓക്കെ, അപ്പൊ എന്താ പ്രോപ്പർട്ടീസ്, എന്താ ബിഹേവിയർ എന്ന് അറിയണ്ടേ? അറിയണം. പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് നമ്മൾ ഒബ്ജക്റ്റിന്റെ ക്വാളിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഒബ്ജക്റ്റ്, ഞാനിപ്പം ഫോണാണ് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്നെങ്കിൽ ആ ഫോണിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാ? അതിന്റെ ക്യാമറ അല്ലെ, അതിന്റെ കളർ അല്ലെങ്കിൽ റാം സൈസ്, ഇതൊക്കെ നമ്മൾ എന്ത് പറയുന്നത്? ആ ഒരു ഫോണിന് അല്ലെങ്കിൽ ആ മൊബൈലിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒബ്ജക്റ്റിന്റെ ക്വാളിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്.
ആ മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ആ വരുന്നത് ബിഹേവിയർ ആണ്. ബിഹേവിയർ എന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷൻസ് അല്ലെങ്കിൽ പെർഫോമൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ഒബ്ജക്റ്റിന്റെ ബിഹേവിയർ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഫോൺ തന്നെ പറഞ്ഞതുകൊണ്ട് പറയാണ്, ഫോൺ കൊണ്ട് നമുക്ക് എന്തൊക്കെ ആക്ഷൻസ് പെർഫോം ചെയ്യുന്നത്, കോൾ ചെയ്യാൻ പറ്റും, മെസ്സേജ് അയക്കാൻ പറ്റും, ഫോട്ടോ എടുക്കാൻ പറ്റും, വീഡിയോ എടുക്കാൻ പറ്റും, അല്ലെ? ഇതൊക്കെയാണ് ഈ ഫോൺ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷൻസ് അല്ലെങ്കിൽ പെർഫോമൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ഒരു ഒബ്ജക്റ്റിന്റെ ബിഹേവിയർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ അപ്പൊ ഒബ്ജക്റ്റിന് രണ്ട് പാർട്ട് ഉണ്ട്. ഏതൊക്കെയാ? പ്രോപ്പർട്ടീസും ബിഹേവിയറും. പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ആ ഒരു ഒബ്ജക്റ്റിന്റെ ക്വാളിറ്റീനെയും, ബിഹേവിയർ എന്ന് പറയുന്നത് ചെയ്യുന്ന ആക്ഷൻസ് അല്ലെങ്കിൽ പെർഫോമൻസും ആണ്. അപ്പൊ ഞാൻ ഊപ്സ് ഫസ്റ്റ് പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഒബ്ജക്റ്റിനെ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഊപ്സ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, അല്ലെ? അപ്പൊ ഒബ്ജക്റ്റ് രണ്ട് പാർട്ട് ഉണ്ട്, പ്രോപ്പർട്ടീസും ഉണ്ട്, ബിഹേവിയറും ഉണ്ട്. അപ്പൊ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലോട്ട് കൊണ്ടുവരണമെങ്കിൽ പ്രോപ്പർട്ടീസിനും കൊണ്ടുവരണം, അതുപോലെ തന്നെ ബിഹേവിയറും കൊണ്ടുവരണം, അല്ലെ? ആ അപ്പൊ നമ്മൾ പ്രോഗ്രാമിലോട്ട് പ്രോപ്പർട്ടീസിനെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വേരിയബിൾ. അതായത് വേരിയബിൾസ് വെച്ചിരിക്കും നമ്മൾ എന്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, പ്രോപ്പർട്ടി, ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടീസിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതും. അതേപോലെ ഫങ്ഷൻസ് അല്ലെങ്കിൽ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്, ഈ ഒരു ഒബ്ജക്റ്റിന്റെ ബിഹേവിയർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ എന്താ പ്രോപ്പർട്ടീസ് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുക, എന്ത് വെച്ചിട്ടാ? വേരിയബിൾസ്, ഓക്കെ, ബിഹേവിയറോ? ഫങ്ഷൻസും മെത്തേഡ്സും വെച്ചിട്ട്. ഫങ്ഷൻസ് അല്ലെങ്കിൽ മെത്തേഡ്സ് വെച്ചിട്ട്, അല്ലെ? ഇനി നമുക്ക് ക്ലാസിന്റെ, ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ക്ലാസ് എന്ന് പറയുന്നത് ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ ഡിസൈൻ ഓഫ് എ ഒബ്ജക്റ്റ് ആണ് എന്ത്, ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ ക്ലാസ്സിനെ ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് എന്ന് കൂടി പറയും. ഓക്കെ, ആ അതായത് ഇപ്പൊ എനിക്കൊരു പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പ്രിന്റ് ചെയ്യണം. ഒരു പ്രൊഡക്റ്റിന്റെ എന്തൊക്കെയോ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പൊ ഈ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് എന്ത് ചെയ്യണം, പ്രിന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് നമ്മളൊരു സിംഗിൾ വേരിയബിളിലാണ് ഇതൊക്കെ പ്രിന്റ് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിന്റെ ഡാറ്റ ടൈപ്പ് എന്താ കൊടുക്കേണ്ടത്, കൺഫ്യൂഷൻ ആവും, അല്ല? എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് മൊത്തം ഒരു വേരിയബിളിലോട്ട് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡാറ്റ ടൈപ്പ് എന്താന്ന് അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ ഈ ഒരു ഡാറ്റ ടൈപ്പ് നമ്മൾ യൂസർ തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ നമുക്ക് ഇതിനാണ് നമ്മൾ ശരിക്കും എന്ത് പറയുന്നത്, ക്ലാസ് യൂസർ എന്ന് ഡിഫൈൻ. പറയുന്നത്. ആ അപ്പൊ ക്ലാസ്സിൽ നമുക്ക് എന്ത് കൂടി പറയാം, ക്ലാസ് എന്ന് പറയുന്നത് ഒരു യൂസർ യൂസർ ഡിഫൈൻഡ് ഡിഫൈൻഡ് ഡാറ്റ. ഡാറ്റ ടൈപ്പ് ആണ്. ഓക്കെ അല്ലേ? ആ ഓക്കെ, അപ്പൊ ക്ലാസ്സിലൊരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു. അപ്പൊ ക്ലാസ്സിൽ എന്തൊക്കെ ഉണ്ടാവും, ഒബ്ജക്റ്റിന് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനാണ് ക്ലാസ്. അപ്പൊ ഒബ്ജക്റ്റിന് എന്തൊക്കെയുണ്ട്, പ്രോപ്പർട്ടീസും ബിഹേവിയറും ഉണ്ട്. അതിൽ പ്രോപ്പർട്ടീസിനെ നമ്മൾ വേരിയബിൾ വെച്ചിട്ടും ബിഹേവിയറിനെ നമ്മൾ ഫങ്ഷൻസ് വെച്ചിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറഞ്ഞു, അല്ലെ? അപ്പൊ നമുക്ക് ക്ലാസ്സിന് എങ്ങനെ പറയാം, ക്ലാസ് എന്ന് പറയുന്നത് വേരിയബിളും അതുപോലെ തന്നെ ഫങ്ഷൻസും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണെന്ത്, ക്ലാസ്. ആ മനസ്സിലായിട്ടുണ്ടോ? ആ ഓക്കെ, അപ്പൊ ക്ലാസ് എന്താ, ഒബ്ജക്റ്റ് എന്താന്ന് ക്ലിയർ അല്ലേ? ആ അപ്പൊ നമുക്കിനി ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. ഒരു മിനിറ്റ്, പൈച്ചാം എടുക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാന്നാ നോക്കുന്നത്. അപ്പൊ നമ്മൾ ഫംഗ്ഷൻ എങ്ങനെയാ ഡിഫൈൻ ചെയ്യുക, ഡെഫ്. ഡെഫ് എന്നിലെ കീവേഡ് കൊടുക്കും, അല്ലെ? അതേപോലെ നമ്മൾ ഒരു ക്ലാസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് എന്ത്, ക്ലാസ് എന്ന് പറയുന്ന കീവേഡ്. ഒരു ക്ലാസ് കൊടുക്കാൻ നമ്മൾ ആദ്യം എന്ത് കൊടുക്കണം, ക്ലാസ് എന്ന് പറയുന്ന കീവേഡ് കൊടുക്കണം. ആ എന്ത് കൊടുത്തു, ക്ലാസ് കീവേഡ് കൊടുത്തു. അതിനുശേഷം നമുക്ക് എന്താണോ നമ്മുടെ ക്ലാസിന്റെ പേര്, ക്ലാസിന്റെ പേരാണ് കൊടുക്കേണ്ടത്. ഞാനിപ്പോ ഇവിടെ ക്ലാസിന്റെ പേര് എന്ത് കൊടുത്തു, കാർന്ന് കൊടുത്തു. ഓക്കെ, എന്റെ ക്ലാസിന്റെ പേരെന്താ, കാർന്ന് കൊടുത്തു. പിന്നെ എന്ത് ചെയ്യണം, സാധാ നമ്മൾ ഫംഗ്ഷൻ ഒക്കെ കൊടുക്കുന്നവർ ഒരു കോളം കൂടി കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ കൊടുക്കേണ്ടത്, നമ്മൾ എന്തിനാ ക്ലാസ്, എന്തിനാ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഡിസൈൻ ആണ് എന്ത്, ക്ലാസ്, അല്ലെ? അപ്പൊ ഒബ്ജക്റ്റ് എന്തൊക്കെയുണ്ട്, പ്രോപ്പർട്ടീസും ബിഹേവിയറും ഉണ്ട്. പ്രോപ്പർട്ടീസ് നമ്മൾ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുക, വേരിയബിൾ വേരിയബിൾസ് വെച്ചിട്ട്. അല്ലെ?
അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ക്ലാസ്സിനകത്ത് കൊടുക്കേണ്ടത് അതിന്റെ പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് വെച്ച് കൊടുക്കാം? വേരിയബിൾ വെച്ച് കൊടുക്കാം അല്ലെ. അപ്പൊ ഈ വേരിയബിൾ വെച്ച് കൊടുക്കുന്നതിന് നമ്മൾ ആട്രിബ്യൂട്ട്സ് കൂടി പറയും കേട്ടോ. ഒന്നിക്കൽ വേരിയബിൾ അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറയും. അപ്പൊ നോക്കുക, ഞാൻ ഈ കാറിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ആ കാറിന്റെ കമ്പനി, അതുപോലെ തന്നെ കളർ കൊടുക്കുക, പ്രൈസ് കൊടുക്കുക, മോഡൽ കൊടുക്കുക അല്ലെ. അപ്പൊ ഞാനിപ്പോ ഇവിടെ കൊടുക്കാൻ പോകുന്ന ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കമ്പനിയാണ് കൊടുക്കുന്നത്. അപ്പൊ കമ്പനി ഞാനിപ്പോ എന്തെങ്കിലും BMW എന്ന് കൊടുത്തു. പിന്നെ ഞാൻ കൊടുക്കുന്നത് അതിന്റെ കളറാണ്. കളർ ബ്ലാക്ക് എന്ന് കൊടുത്തു. ഇങ്ങനെ എത്ര എണ്ണം വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോ ജസ്റ്റ് 2 എണ്ണം മാത്രം കൊടുത്തു. ഏതൊക്കെയാ? കമ്പനിയും കളറും. അപ്പൊ എന്തായി? ഇപ്പൊ അതിന്റെ പ്രോപ്പർട്ടീസ് ആയി അല്ലെ. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ഈ ഒരു ക്ലാസിന്റെ ബിഹേവിയർ അല്ലെങ്കിൽ ഒബ്ജക്റ്റിന്റെ ബിഹേവിയർ ആണ്. ബിഹേവിയർ എങ്ങനെ കൊടുക്കുന്ന പറഞ്ഞു? ഫങ്ഷൻസ് അല്ലെങ്കിൽ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് അല്ലെ. ഞാനിപ്പോ ഇവിടെ അങ്ങനെ ജസ്റ്റ് ഒന്നും കൊടുക്കുന്നില്ല. ഒരു എക്സാമ്പിൾ എങ്ങനെയാ കൊടുക്കേണ്ടതെന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം എന്താ കൊടുക്കുന്നത്? ജസ്റ്റ് ഇതിനകത്ത് ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ബിഹേവിയർ കൊടുക്കാൻ വേണ്ടി പോവാണ്. ഫംഗ്ഷൻ എപ്പോഴും എങ്ങനെയാ ഡിഫൈൻ ചെയ്യേണ്ടത്? ഡെഫ് എന്നിൽ കീവേഡ് വേണം അല്ലെ. അപ്പൊ എന്ത് കൊടുത്തു? ഡെഫ്. എനിക്ക് ഈ ഒരു ഇതിന്റെ ആക്ഷൻസ് എന്ന് പറയുന്നത്, ഞാൻ ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിന്റെ വേരിയബിൾ എന്താണോ അത് പ്രിന്റ് ചെയ്യിക്കണം ജസ്റ്റ്. ഓക്കെ, എന്തെങ്കിലും പ്രിന്റിംഗ് ഡീറ്റെയിൽസ് അങ്ങനെ എന്തെങ്കിലും പ്രിന്റ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ എന്ത് കൊടുക്കുന്നു? ഫംഗ്ഷന്റെ പേര് ജസ്റ്റ് ഡീറ്റെയിൽസ് എന്ന് കൊടുത്തു. ഞാൻ ജസ്റ്റ് നോക്കി ഫംഗ്ഷന്റെ പേര് കൊടുത്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് എന്ത് വന്നിട്ടുണ്ട്? സെൽഫ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അല്ലെ. ഈ സെൽഫ് എന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതിന്റെ അകത്ത് പ്രിന്റ് കൊടുക്കുവാണ്. ഞാൻ പ്രിന്റ് എന്തെങ്കിലും വെറുതെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. പ്രിന്റിങ് ഓൾ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇവിടെ നമുക്ക് എന്താണോ ആക്ഷൻ പെർഫോം ചെയ്യേണ്ടത് ഒരു ആക്ഷൻ ആണ് ഈ ഫംഗ്ഷന്റെ അകത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോ ജസ്റ്റ് പ്രിന്റിങ് ഓൾ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ എന്തായി? ക്ലാസിന്റെ പേര്, പ്രോപ്പർട്ടീസ് ആയി, ബിഹേവിയർ ആയി. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ കാർ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് ക്രിയേറ്റ് ആയിട്ടുണ്ട് അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ കാർ എന്ന് പറയുന്ന ക്ലാസ്സിനെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലെ. നമ്മൾ ഒബ്ജക്റ്റിന്റെ ഒരു ഡിസൈൻ ആണ് എന്ത് ക്ലാസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ക്ലാസ് ആയിട്ടുണ്ട്. ഇനി ക്ലാസ് വെച്ച് എങ്ങനെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാന്നാ നോക്കുന്നത്. അപ്പൊ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമുക്ക് എന്താണോ നമ്മുടെ ഒബ്ജക്റ്റ് എന്താണോ ഒബ്ജക്റ്റിന്റെ പേര്, ആ ഒരു ഒബ്ജക്റ്റിന്റെ പേര് കൊടുക്കാം. ഞാനിപ്പോ ഇവിടെ ഒബ്ജക്റ്റ് 1 കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാനിവിടെ ഒബ്ജക്റ്റ് 1 കൊടുത്തു. എന്ത് കൊടുക്കാം? ഒരു അസൈൻമെന്റ് ഓപ്പറേറ്റർ ഈക്വൽ ടു സൈൻ കൊടുക്കാം. അതിനുശേഷം നമ്മൾ എങ്ങനെയാണോ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണോ നമ്മുടെ ക്ലാസിന്റെ പേര്, അതായത് ഏത് ക്ലാസ് വെച്ചാണോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഒരു ക്ലാസിന്റെ പേര് കൊടുക്കുക. ഓക്കെ, എന്താ കൊടുത്തു? കാർന്ന് കൊടുത്തു. പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ ബ്രാക്കറ്റ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ എന്തായി? ഈ കാർ എന്ന് പറയുന്ന ക്ലാസ്സിനെ യൂസ് ചെയ്തിട്ട് ഇവിടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഒബ്ജക്റ്റിന്റെ പേരെന്താ? ഒബ്ജക്റ്റ് 1. മനസ്സിലായോ? ഇനി ഒരു ഒബ്ജക്റ്റ് മാത്രമാണോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക? ഇല്ല. അല്ല, ഞാൻ പറഞ്ഞിട്ട് എത്ര ഒബ്ജക്റ്റ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യും ഒരു ക്ലാസ് വെച്ചിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇപ്പൊ രണ്ടാമത്തെ ഒബ്ജക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക? രണ്ടാമത്തെ ഒബ്ജക്റ്റിന്റെ പേര് കൊടുക്കുക, ക്ലാസിന്റെ പേര് കൊടുത്തു. കാർ എന്ന് പറയുന്ന ക്ലാസ് വെച്ചിട്ട് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ എന്ത് കൊടുത്തു? കാർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെ ഇപ്പം 2 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഒബ്ജക്റ്റ് 1ഉം ഒബ്ജക്റ്റ് 2. ഇനി ഒബ്ജക്റ്റ് 1ന്റെ കമ്പനി എന്തായിരിക്കും? BMW അല്ലെ. ഇനി ഒബ്ജക്റ്റ് 2ന്റെതോ? കാരണം എന്തുകൊണ്ടാ? രണ്ടും ഒരേ ക്ലാസ് വെച്ചാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെ. ആ ഒരു ക്ലാസിന്റെ എന്താ പറയാ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എന്തൊക്കെയാ? കമ്പനിയും കളറും BMW അല്ലെങ്കിൽ ബ്ലാക്കും ആണ് അല്ലെ. അപ്പൊ രണ്ടിനും എന്ത് തന്നെയായിരിക്കും? കമ്പനി ഇതും കളർ അത് തന്നെ ആയിരിക്കും. മനസ്സിലായോ? ഇനി ഒരു ഒബ്ജക്റ്റ് ഡാറ്റ ടൈപ്പ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ എന്താ വരുക? ഞാൻ ഇവിടെ നോക്കുകയാണ്. പ്രിന്റ് ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റ് 1 ആണ് കൊടുക്കുന്നത് കേട്ടോ. നോക്ക്, നമുക്ക് എന്താ വന്നത്? മെയിൻ ക്ലാസ്, മെയിൻ കാർ. അതായത് കാർ എന്ന് പറയുന്ന ക്ലാസ്സിനെ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തൊരു ഒബ്ജക്റ്റ് ആണ് ഇത്. നമുക്ക് ഡാറ്റ ടൈപ്പ് ഒബ്ജക്റ്റ് എന്നല്ല വരുക, പകരം എന്താ വരുക? മെയിൻ. അത് ഏത് ക്ലാസ് വെച്ചാണോ ക്രിയേറ്റ് ചെയ്തത് ആ ക്ലാസിന്റെ പേര്. ഇങ്ങനെയാണ് നമുക്കൊരു ഒബ്ജക്റ്റ് ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്യുമ്പോൾ കിട്ടും. മനസ്സിലായോ?
ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഇതിന്റെ ബിഹേവിയർ ആണ് ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു അല്ലെ. അതായത് ഈ ഒരു ക്ലാസ് വെച്ച് ഏത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താലും ആ ഒരു ഒബ്ജക്റ്റ് കൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ജസ്റ്റ് എന്ത് കൊടുത്താൽ മതി, ഞാൻ എടുത്ത് കളയുവാണ്. നമ്മൾ എന്ത് ചെയ്യണം, ഒബ്ജക്റ്റിന്റെ പേര് കൊടുത്തു, ഒബ്ജക്റ്റ് 1 ഡോട്ട് ഡീറ്റെയിൽസിന്റെ ഫംഗ്ഷൻ കൊടുത്തെങ്കിൽ നമുക്ക് എന്താ വരിക, ആ ഒരു ഫംഗ്ഷനിൽ എന്താണോ കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ ആണോ? ആ ഇനിയിപ്പോ ഇതിന്റെ കമ്പനി ഏത് നോക്കണം. എന്ത് ചെയ്താൽ മതി, ഒബ്ജക്റ്റ് 1 ഡോട്ട് കമ്പനി എന്തിൽ കൊടുക്കുക, പ്രിന്റിൽ കൊടുക്കുക കേട്ടോ, എന്നാലും അത് പ്രിന്റ് ചെയ്ത് വരും. ഞാൻ പ്രിന്റിനകത്ത് ഒബ്ജക്റ്റ് 1 ഡോട്ട് കമ്പനി പ്രിന്റ് ചെയ്യിക്കുന്നു. എന്തായിരിക്കും ഒബ്ജക്റ്റ് 1ന്റെ കമ്പനി ഏതാ, BMW. BMW. അപ്പൊ എന്താ ഔട്ട്പുട്ട് കിട്ടും, BMW. ഇനി ഒബ്ജക്റ്റ് 2 ഡോട്ട് കമ്പനി എന്ന് കൊടുത്താൽ എന്ത് തന്നെയാ വരിക, BMW. ഇനി ഒബ്ജക്റ്റ് 1 ഡോട്ട് കളർ എന്ന് കൊടുത്താൽ എന്ത് വരും, Black. ബ്ലാക്ക് വരും. ഇനി ഒബ്ജക്റ്റ് 2 ഡോട്ട് കളർ കൊടുത്താൽ എന്ത് തന്നെയാ വരിക, Black. ബ്ലാക്ക് തന്നെ. ഓക്കെ ആണോ? ആ ഇനി എനിക്ക് ഈ ഒരു ഫംഗ്ഷൻ വെച്ചാണ് ഇതിന്റെ കമ്പനിയും ഇതും പ്രിന്റ് ചെയ്യിക്കണ്ടെങ്കിലോ, ഇതിനകത്ത് ജസ്റ്റ് ഇതിന് പകരം എന്ത് കൊടുത്താൽ മതി, അല്ല ഇത്രയൊന്നും ചെയ്യുന്നിട്ട് അത് ഞാനത് പറഞ്ഞു. ഏ ഇത്രയൊന്ന് ചെയ്ത് നോക്കിയേ. ആ ഓക്കെ. ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക, ക്ലാസ് വെച്ച് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്ക് കേട്ടോ.
ചെയ്ത്. ഓക്കെ, ഇവിടെ നോക്കുക. ഞാൻ നേരത്തെ ജസ്റ്റ് വെറുതെ പ്രിന്റിംഗ് ഡീറ്റെയിൽസ് മാത്രമാണ് കൊടുത്തിട്ടുണ്ടായത് അല്ലെ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ആ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് പ്രിന്റിംഗ് ഡീറ്റെയിൽസ് വന്നത്. ഇനി ഞാൻ പറയുന്നത്, എനിക്ക് ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ കാറ് വെച്ച് എന്താണോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, ആ ഒരു ഒബ്ജക്റ്റിന്റെ കമ്പനി നെയിം അതുപോലെ തന്നെ കളറും എനിക്ക് പ്രിന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇതിപ്പോ ഞാൻ ഒബ്ജക്റ്റ് 1 ഡോട്ട് കമ്പനി അല്ലെങ്കിൽ ഒബ്ജക്റ്റ് 2 ഡോട്ട് കമ്പനി ആക്സസ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റ് വെച്ച് നമ്മൾ എങ്ങനെയാണോ അതിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്, അതേപോലെ നമുക്ക് എങ്ങനെ കൂടി ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മളെ ക്ലാസിന്റെ പേര് വെച്ച് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടീസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്ത് ചെയ്താൽ മതി, ക്ലാസിന്റെ പേര് കൊടുക്കുക, ഡോട്ട് ആ ഒരു എന്താ പറയാ വേരിയബിൾ നെയിം കമ്പനി, അതുപോലെ കാർ ഡോട്ട് കളർ. അത് ഞാൻ ഇതിന്റെ അകത്ത് കൊടുത്തത് കൊണ്ട് ഞാൻ എപ്പോഴാണ് ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്, ആ സമയത്ത് നമുക്ക് എന്ത് കൂടി പ്രിന്റ് ചെയ്ത് വരും, അതിന്റെ കമ്പനിയും കളർ കൂടി പ്രിന്റ് ചെയ്ത് വരും. മനസ്സിലായോ? ആ ഓക്കെ, അതുകൂടി ഒന്ന് ചെയ്ത് നോക്ക്. ഈ ഡിഫൈൻഡ് ആടാനുള്ള ഡീറ്റെയിൽസിൽ എന്താ ഡിഫൈൻ ചെയ്യണ്ടേ? ഏതാ ഇതോ? ആ ഞങ്ങൾക്ക് ഡി എന്താണ് പ്രിന്റ് ചെയ്യിക്കേണ്ടത് അല്ലെങ്കിൽ ആക്ഷൻസ് പെർഫോം ചെയ്യേണ്ടത്, അതാണ് കൊടുക്കേണ്ടത്. ഞാൻ പറയുന്ന ഇപ്പൊ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു ഒബ്ജക്റ്റ് കൊണ്ട് ഞാൻ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്ത് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, ആ ഒരു ഒബ്ജക്റ്റിന്റെ കമ്പനി നെയിമും കളറും പ്രിന്റ് ചെയ്യണം. സോ ഞാൻ ഈ ഫംഗ്ഷന്റെ അകത്ത് എന്ത് കൊടുത്തു, കാർ ഡോട്ട് കമ്പനി കാർ ഡോട്ട് കളർന്ന് കൊടുത്തു.
അപ്പൊ ആ ഒരു ക്ലാസ് വെച്ച് ഇനി എന്തൊക്കെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താലും അവരുടെയൊക്കെ എന്താ ഒരു നെയിം കമ്പനി നെയിമും കളറും ഔട്ട്പുട്ട് കിട്ടും. മനസ്സിലായോ? മനസ്സിലായോ? ആ ആ ആ ചെയ്ത് കഴിഞ്ഞോ? ആ ബാക്കി പറയട്ടെ. ഇതൊക്കെ ആണോ? ഞാൻ എന്താ? ഇപ്പൊ കോൾ ചെയ്യാൻ പറഞ്ഞില്ലേ? ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടേ ഇപ്പൊ ഇങ്ങനെ ചെയ്തിട്ട് കോൾ ചെയ്യാൻ പറഞ്ഞില്ലേ, അത് എന്ത് വെച്ചാ കോൾ ചെയ്യണ്ടേ? കേൾക്കുന്നില്ല, വോയിസ് കട്ടായി പോകും. ഹലോ, വോയിസ് കട്ടായി പോകുന്നു. പോയി. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ആ ഓക്കെ. കട്ടാവുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ആ ഇങ്ങനെ പ്രിന്റ് ബൈക്ക് അതിന്റെ കമ്പനി നെയിമും ബൈക്കിന്റെ കളറൊക്കെ കൊടുത്തിട്ടേ അത് കോൾ ചെയ്യാൻ പറഞ്ഞില്ലേ, അതെങ്ങനെയാ ചെയ്യാൻ പറഞ്ഞു? ഇവിടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തോ ക്ലാസ് വെച്ചിട്ട്? ആ അപ്പം ഒന്നുകിലും ഒബ്ജക്റ്റ് വൺ ഡോട്ട് ഞാൻ ഇപ്പൊ ഡീറ്റെയിൽസിന്റെ അകത്ത് അതൊക്കെ കൊടുത്തോണ്ട് എനിക്ക് അതൊക്കെ പ്രിന്റ് ചെയ്ത് വരും. ആ ഇനി അതല്ല, നമ്മൾ ഒബ്ജക്റ്റ് വെച്ച് ഓരോ വേരിയബിൾ ആയിട്ട് ആക്സസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? പ്രിന്റിനകത്ത് ഒബ്ജക്റ്റ് വൺ ഡോട്ട് കമ്പനി, അപ്പൊ അതിന്റെ കമ്പനി മാത്രം ഔട്ട്പുട്ട് കിട്ടും. ഇനി ഒബ്ജക്റ്റ് വൺ ഡോട്ട് കളർന്ന് കൊടുത്തെങ്കിൽ കളർ മാത്രം ഔട്ട്പുട്ട് കിട്ടും. മനസ്സിലായോ? അല്ലെങ്കിൽ കോമ ഇട്ട് കൊടുക്കും. ഒബ്ജക്റ്റ് വൺ ഡോട്ട് കമ്പനി കോമ ഒബ്ജക്റ്റ് വൺ ഡോട്ട് കളർ, അപ്പൊ എന്തൊക്കെ കിട്ടും? കമ്പനി നെയിമും കിട്ടും, കളറും കിട്ടും. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടോ? ഈ ഡിഫൈൻ മാത്രമായിട്ട് കോൾ ചെയ്യാൻ പറ്റൂ? ഡീറ്റെയിൽസ് ആണോ? ആ ആ, ഞാനിപ്പോ അങ്ങനെയല്ലേ കോൾ ചെയ്തിട്ടില്ല. ഒബ്ജക്റ്റ് വൺ ഡോട്ട് ഡീറ്റെയിൽസ് മാത്രം കോൾ ചെയ്തു. അപ്പൊ ഡീറ്റെയിൽസിന്റെ അകത്ത് ഞാൻ എന്തൊക്കെ പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്? ഓൾറെഡി കമ്പനി നെയിമും കളറും പ്രിന്റ് ചെയ്യാൻ ആ കൊടുത്തു. ഓക്കെ അപ്പൊ ഓക്കെ എനിക്ക് ആ ഓക്കെ. ഡീറ്റെയിൽസിനെ കോൾ ചെയ്തെങ്കിൽ കമ്പനിയും കളറും കിട്ടും. ആ ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ അത് ചെയ്ത് നോക്കിയേ. ശരി ശരി. ഓക്കെ ആണോ? ആ ഓക്കെ. ഇനി ഇവിടെ നോക്കാം. ഞാൻ എത്ര ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താലും, ഇപ്പൊ രണ്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ഇത് കൂടാണ്ട് ഞാൻ എത്ര ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താലും അവരുടെയൊക്കെ കമ്പനിയും കളറും എന്തായിരിക്കും? ഏ സെയിം ആയിരിക്കൂലേ? ഞാൻ ഇനി എത്ര ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താലും, ഇപ്പൊ ഞാൻ രണ്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ? പിന്നെ ഞാനിവിടെ ഈ ഒബ്ജക്റ്റ് വൺ ഡീറ്റെയിൽസിന്റെ അവിടെ കോൾ ചെയ്യാൻ പറഞ്ഞില്ലേ, ആ, ആ കോൾ ചെയ്യാൻ പറഞ്ഞിട്ട് ആ ഡെഫിനിഷൻ പിന്നെ ഡീറ്റെയിൽസ് ആ കോളത്തിന്റെ അകത്ത് ആ ബൈക്ക് എന്ന് പേര് കൊടുത്താൽ മാത്രമേ അത് വരുന്നുള്ളൂ, അങ്ങനെയാണോ? ഒന്ന് ഷെയർ ചെയ്ത്, സ്ക്രീൻ ഷെയർ ചെയ്ത്, എനിക്ക് മനസ്സിലാവുന്നില്ല പറയുന്നത്. ഷെയർ ചെയ്യ് സ്ക്രീൻ. എന്താ ചെയ്യുന്നത് നോക്കട്ടെ. ഡെഫ് ഡീറ്റെയിൽസിന്റെ അകത്ത് സെൽഫ് എവിടെ?
ആ സെൽഫ് വന്നില്ല തന്നെ. അത് തന്നെ പറഞ്ഞതല്ലേ? ആ ഒരു സ്പേസ് കളഞ്ഞ ഡീറ്റെയിൽസ് വേണ്ടി ഒരു സ്പേസ് എന്തിനാ? ഒന്നും കൂടി ഫംഗ്ഷൻ കൊടുത്തേ. ഫംഗ്ഷൻ ഒന്നും കൂടി കൊടുക്ക്. ഇപ്പൊ വന്നില്ലേ? ആ സെറ്റ്. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ അത്? ആ ഞാൻ സ്റ്റോപ്പ് ചെയ്തോളൂ, ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞാൻ എത്ര ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താലും, ഇപ്പൊ 2 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, 2 ഒബ്ജക്റ്റിന്റെയും കമ്പനിയും കളറും സെയിം ആണ്. ഇനി ഇതേപോലെ ഞാൻ എത്ര ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താലും അതിന്റെ ഒക്കെ എന്ത് സെയിം ആയിരിക്കും? കമ്പനിയും കളറും സെയിം ആയിരിക്കും അല്ലെ? ആ ആണോ? ആ അതെന്തുകൊണ്ടാ? ഞാൻ ഇവിടെ വേരിയബിൾ ആയിട്ട് പ്രോപ്പർട്ടീസ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് എല്ലാവരുടെയും പ്രോപ്പർട്ടി സെയിം ആയിട്ട് വരുന്നുണ്ട് അല്ലെ? നമുക്ക് അങ്ങനെ വരാൻ പാടില്ലെങ്കിൽ ഇപ്പൊ നമ്മൾ, അതായത് ഞാനൊരു ക്ലാസിന്റെ അകത്ത് പ്രോപ്പർട്ടീസ് കൊടുക്കുന്ന എപ്പോഴും എന്ത് വെച്ചായിരിക്കും? വേരിയബിൾ വെച്ചായിരിക്കും ആണല്ലോ. ആ അപ്പൊ നമ്മൾ ഈ വേരിയബിൾ കൊടുക്കുന്ന സമയത്ത് ഊപ്സിനകത്ത് നമുക്ക് 2 ടൈപ്പ് വേരിയബിൾ ഉണ്ട്. അതായത് നമുക്ക് പ്രോപ്പർട്ടീസ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വേരിയബിൾ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് എത്ര ടൈപ്പ് വേരിയബിൾ ഉണ്ട്? 2 ടൈപ്പ് വേരിയബിൾ ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലാസ് വേരിയബിളും രണ്ടാമത്തത് ഒബ്ജക്റ്റ് വേരിയബിളും ആണ്. എന്താ ഒന്നാമത്തെ ഏതാ? ക്ലാസ് ക്ലാസ് വേരിയബിൾ. വേരിയബിളും രണ്ടാമത്തത് ഒബ്ജക്റ്റ് വേരിയബിൾ. ഒബ്ജക്റ്റ് വേരിയബിൾ. അതായത് ക്ലാസ് വേരിയബിളിനെ നമ്മൾ സ്റ്റാറ്റിക് വേരിയബിൾ എന്ന് കൂടി പറയും, അതേപോലെ ഒബ്ജക്റ്റ് വേരിയബിളിനെ നമ്മൾ ഇൻസ്റ്റൻസ് വേരിയബിൾ എന്ന് കൂടി പറയും. ഓക്കെ ആ ആണോ? അപ്പൊ എന്താ ക്ലാസ് വേരിയബിൾ, എന്താ ഒബ്ജക്റ്റ് വേരിയബിൾ എന്ന് അറിയണം അല്ലെ? നമ്മൾ ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ അകത്ത് ഞാൻ ഇപ്പൊ കൊടുത്ത പോലെ, ഈ ഒരു എക്സാമ്പിളിനകത്ത് കൊടുത്ത പോലെ അവിടെ തന്നെ നമ്മൾ 2 വേരിയബിൾ കൊടുത്തു അല്ലെ? ഏതൊക്കെ? കമ്പനിയും കളറും. ഇങ്ങനെ കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലാസ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ക്ലാസ് വേരിയബിൾ വെച്ചിട്ടാണ് ഒരു ഒബ്ജക്റ്റിന്റെ അകത്തിലെ പ്രോപ്പർട്ടീസിനെ കൊടുക്കുന്നതെങ്കിൽ അതിനകത്ത് നമ്മൾ ഇനി എത്ര ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താലും അവരുടെയൊക്കെ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് നമ്മൾ കൊടുക്കുന്ന പ്രോപ്പർട്ടീസ് നമ്മൾ ക്ലാസ് വേരിയബിൾ വെച്ചാണ് ഈ ഷെയർ വോയിസ് ചെയ്യുന്നത്. ഇങ്ങനെ കുറഞ്ഞും കൂടി ഒരു മിനിറ്റ്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ആ ഹലോ. ഓക്കെ. അപ്പൊ കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മളൊരു ക്ലാസ് വേരിയബിൾ വെച്ചാണ് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഞാൻ എത്ര ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താലും അവരുടെ ക്ലാസ് വേരിയബിൾ അത് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? സെയിം സെയിം ആയിരിക്കും ആയിരിക്കും. അല്ലെ? ആ അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് വേരിയബിൾ വെച്ചാണ് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് ഷെയർ ചെയ്യുന്നത് സെയിം മെമ്മറി സ്പേസ് ആയിരിക്കും. അതായത് ഇപ്പൊ ഞാൻ കമ്പനി, ഇപ്പൊ ഒരു ഒബ്ജക്റ്റ് 1ന് എന്ത് കൊടുത്തു? കമ്പനി കൊടുത്തു. ഇനി ഒബ്ജക്റ്റ് 2നും എന്തുണ്ടാവും? കമ്പനി ഉണ്ടാവും അല്ലെ? അതൊക്കെ ഷെയർ ചെയ്യുന്നത് സെയിം മെമ്മറി സ്പേസ് ആണ്. അങ്ങനെ എത്ര ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും അവരുടെ ഒക്കെ കമ്പനിയും കളറും ഒക്കെ സെയിം ആയിരിക്കും. മനസ്സിലായോ? ആ ഇനിയിപ്പോ ഞാൻ ഈ കളറിന് പകരം വേറെ എന്ത് സ്റ്റുഡന്റിന്റെ ക്ലാസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് വിചാരിച്ചോ? അങ്ങനെയാണെങ്കിൽ ക്ലാസ് വെച്ച് കുറെ സ്റ്റുഡൻസിനെ ക്രിയേറ്റ് ചെയ്യാലോ. അതിപ്പോ സൗണ്ട് പോയി. ഒരു മിനിറ്റ് എന്ന് മാറ്റി കണക്ട് ചെയ്യട്ടെ. ആ ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ. അപ്പൊ നോക്ക്, ഞാനിപ്പം ഈ കാർ എന്ന് പറയുന്ന ക്ലാസ്സിന് പകരം സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഒരു ക്ലാസ് വെച്ച് എനിക്ക് എന്ത് ചെയ്യണം? ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം.
അപ്പൊ ഞാൻ 2-3 ഒബ്ജക്റ്റ്, അതായത് 2-3 സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ആണ് എനിക്ക് കൊടുക്കാനുള്ളത്. ഇപ്പൊ അനു എന്ന് പറഞ്ഞിട്ട് ഒരാളെ കൊടുക്കുന്നു, അജു എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇവർക്കൊക്കെ ഇപ്പൊ നെയിം അല്ലെങ്കിൽ ഏജ് എന്ന് പറയുന്നത് എല്ലാവർക്കും സെയിം ആയിരിക്കോ? ഇല്ല. അല്ല, ഓരോരുത്തർക്കും ഡിഫറെന്റ് ആണ് അല്ലെ. ഇപ്പൊ ഞാൻ ഈ ഉം. കമ്പനി കളർന്ന് കൊടുത്തപ്പം അത് എല്ലാവർക്കും സെയിം ആയിട്ട് വന്നു. ഇനി ഇതേപോലെയാണ് ഞാൻ നെയിം അല്ലെങ്കിൽ ഏജ് എന്ന് പറഞ്ഞിട്ട് 2 പ്രോപ്പർട്ടീസ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് നെയിമും കൊടുക്കുന്നു ഏജും കൊടുക്കുന്നു. എങ്ങനെ? ക്ലാസ് വേരിയബിൾ ആയിട്ട് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താലും അവരുടെയൊക്കെ നെയിമും ഏജും സെയിം ആയിരിക്കും അല്ലെ. ആ അപ്പൊ അങ്ങനെ വരുന്നത് തെറ്റല്ലേ, എറർ അല്ലേ ഇത്? ആ ഓരോരുത്തർക്കും എന്ത് വേണം? ഡിഫറെന്റ് നെയിമും അതുപോലെ തന്നെ ഏജും ആയിരിക്കും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ആ ഒരു പ്രോപ്പർട്ടീസ് എന്ത് വെച്ച് കൊടുക്കരുത്? ക്ലാസ് വേരിയബിൾ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യരുത്. ഓക്കെ, പകരം ആ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അവിടെ ഒബ്ജക്റ്റ് വേരിയബിൾ. അതായത് നമ്മൾ ഒബ്ജക്റ്റ് വേരിയബിൾ വെച്ചിട്ടാണ് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ, ഞാൻ ആ ഒരു ക്ലാസ് വെച്ച് ഇനി എത്ര ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താലും അവരുടെയൊക്കെ ആ ഒരു പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? യൂണീക്ക് ആയിരിക്കും, ഡിഫറെന്റ് അല്ലെങ്കിൽ ആയിരിക്കും. ഡിഫറെന്റ് ആയിരിക്കും. എന്തുകൊണ്ടാ? ഓരോന്നും ഓരോ മെമ്മറി സ്പേസിനകത്തായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ആ മനസ്സിലായോ? അപ്പൊ ക്ലാസ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ് അല്ലെ, ജസ്റ്റ് വെറുതെ വേരിയബിളിനകത്ത് കൊടുത്താൽ മതി. ഇതുപോലെയല്ല ഒബ്ജക്റ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. ഒബ്ജക്റ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വേറെ തന്നെ പഠിക്കണം. മനസ്സിലായോ? ആ ഓക്കെ, അപ്പൊ എങ്ങനെയാ ഒരു ഒബ്ജക്റ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇവിടെ നോക്കാം, ഞാനിപ്പോ ഈ കാർ എന്ന് പറയുന്ന ക്ലാസ്സിന് പകരം സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ, ആദ്യം എന്ത് ചെയ്യണം? ക്ലാസ് എന്ന് പറയുന്ന കീവേഡ് കൊടുത്തു. പിന്നെ എന്ത് ചെയ്യണം? ക്ലാസിന്റെ പേര് കൊടുക്കണം അല്ലെ. ക്ലാസിന്റെ പേര് കൊടുക്കുന്നത്, ഒരു മിനിറ്റ്, ക്ലാസിന്റെ പേര് ഞാൻ ഇവിടെ ക്ലാസിന്റെ കീവേഡ് കൊടുത്തു. ക്ലാസിന്റെ പേര് ഇപ്പൊ ഏതാ കൊടുക്കുന്നത്? സ്റ്റുഡന്റ് ആണ് അല്ലെ. അപ്പൊ എന്ത് കൊടുത്തു? സ്റ്റുഡന്റ് കൊടുത്തു, കോളം കൊടുത്തു. ഇനി നമുക്ക് ഇതിന് എന്തെങ്കിലും ഒരു ക്ലാസ് വേരിയബിൾ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ കൊടുക്കാം. നമുക്ക് ഈ സ്റ്റുഡന്റിന് എന്തൊക്കെയായിരിക്കും ക്ലാസ് വേരിയബിൾ കൊടുക്കാൻ പറ്റുന്നത്? എല്ലാവർക്കും സെയിം ആയിട്ടുള്ളതാണ് എന്ത്? ക്ലാസ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും സ്റ്റുഡന്റിന്റെ ക്ലാസ് വേരിയബിൾ എന്ന് പറയുന്നത്? നെയിം. നെയിം കൊടുക്കാൻ പറ്റുമോ? മനസ്സിലായി. ക്ലാസ് വേരിയബിൾ കൊടുത്തെങ്കിൽ ഇനി എത്ര ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താലും അവർക്കൊക്കെ സെയിം ആയിരിക്കും എന്നല്ലേ പറഞ്ഞേ. ആ അപ്പൊ ക്ലാസ് വേരിയബിൾ ആയിട്ട് നെയിം കൊടുക്കുന്നത് ഓക്കെ ആണോ? ഇല്ല. ഇല്ല. അപ്പൊ എന്തൊക്കെയായിരിക്കും നമുക്ക് ക്ലാസ് വേരിയബിൾ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് സ്റ്റുഡന്റിന്? സ്കൂള്. സ്കൂള് കൊടുക്കാം. സ്കൂൾ എന്ന് പറയുന്നത് ആ ഒരു സ്കൂളിൽ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും കോമൺ ആയിരിക്കും. സോ ഞാൻ എന്ത് ചെയ്തു? സ്കൂൾ ഈക്വൽ ടു എന്തെങ്കിലും ഒരു സ്കൂളിന്റെ പേര് കൊടുത്തു. ഓക്കെ, പിന്നെ എന്തൊക്കെ കൊടുക്കാൻ പറ്റും? യൂണിഫോം. ഓക്കെ, യൂണിഫോം കൊടുക്കാം. പിന്നെ യൂണിഫോമിന് തന്നെ എന്ത് കൊടുക്കും? ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കളറോ? ആ ഓക്കെ, എന്നാ യൂണിഫോം കളർ കൊടുക്കും. യൂണിഫോം കളർ എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോ എന്തെങ്കിലും ഒരു കളർ കൊടുക്കും, റെഡ് കൊടുക്കും. ഓക്കെ, ഇനിയിപ്പോ ടീച്ചറിന്റെ നെയിം എന്തായിരിക്കും? ഒരേ ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ ടീച്ചറിന്റെ നെയിം എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലെ. പിന്നെ സിലബസ്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തിൽ കൊടുക്കാം? ക്ലാസ് വേരിയബിളിൽ കൊടുക്കാം. ഇനിയിപ്പോ ആ സ്റ്റുഡന്റിന്റെ നെയിം അല്ലെങ്കിൽ ഏജ് ആണ് വേണ്ടത്, ക്ലാസ് വേരിയബിൾ ആയിട്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇല്ല. നമ്മൾ എങ്ങനെയാ കൊടുക്കുക? ഒബ്ജക്റ്റ് വേരിയബിൾ ആയിട്ടാണ് കൊടുക്കുക. അപ്പൊ നമുക്ക് ഒരു ഒബ്ജക്റ്റ് വേരിയബിൾ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് കൺസ്ട്രക്ടർ യൂസ് ചെയ്യും. അതായത് ഒബ്ജക്റ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്? അല്ലെങ്കിൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ മെത്തേഡ് ആണ് എന്ത്? കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. ആ ഓക്കെ, അപ്പൊ നമ്മള് പൈത്തണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കൺസ്ട്രക്ടറിനാണ് നമ്മൾ ഇനിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിറ്റ് എന്ന് പറയുന്ന കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മൾ ഇതിനകത്ത് ഒബ്ജക്റ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒബ്ജക്റ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ഒരു കൺസ്ട്രക്ടർ വേണം അല്ലെ. കൺസ്ട്രക്ടർ എന്താ പറഞ്ഞത്? ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ മെത്തേഡ് ആണ് എന്ത്? കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഒരു ഒബ്ജക്റ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ പൈത്തണിൽ യൂസ് ചെയ്യുന്ന കൺസ്ട്രക്ടർ ആണ് ഏത്? ഇനിറ്റ് കൺസ്ട്രക്ടർ. മനസ്സിലായോ? അപ്പൊ നമ്മൾ എങ്ങനെയാ ഒരു കൺസ്ട്രക്ടർ വെച്ച് ഒബ്ജക്റ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്ന നോക്കുന്നത്? സാധാ നമ്മൾ എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് അതേപോലെ നമ്മൾ എന്ത് കൊടുക്കുക? ഒരു ഫംഗ്ഷൻ ആണ് പറഞ്ഞു അല്ലെ, ഫംഗ്ഷൻ അല്ലെങ്കിൽ മെത്തേഡ് ആണ് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് കൊടുത്തു? ഡെഫ്. ഇനി പൈത്തണിൽ യൂസ് ചെയ്യുന്ന കൺസ്ട്രക്ടർ ഏതാ? ഇനിറ്റ്. അപ്പൊ എന്ത് കൊടുത്തു? ഇനിറ്റ്. ഓക്കെ, ഇനിറ്റ് എന്തുണ്ടാവും? ആദ്യം ഡബിൾ അണ്ടർസ്കോർ ഉണ്ടാവും ഇനിറ്റ്, പിന്നെ രണ്ടാം അതിന്റെ അകത്ത് എന്ത് വരും? സെൽഫ് വരും. അപ്പൊ ഞാൻ സെൽഫ് എന്താന്ന് പറയാ, ഞാൻ അതിന് മുന്നേ ഇതെങ്ങനെയാ ഡിഫൈൻ ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നതെന്നാ പറയുന്നത്. അപ്പൊ ആദ്യം എന്ത് കൊടുത്തു?
ഇനിറ്റിനകത്ത് സെൽഫ് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എന്തൊക്കെയാണ് ഒബ്ജക്റ്റ് വേരിയബിൾ, ആ ഒബ്ജക്റ്റ് വേരിയബിൾ കൊടുക്കുക വേണ്ടത്. ഇവിടെ ഒബ്ജക്റ്റ് വേരിയബിൾ നമ്മൾ എന്തൊക്കെയാ കൊടുക്കാൻ വേണ്ടി പോകുന്നത് പറഞ്ഞ നെയിമും ഏജും ആണ് അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ കൊടുക്കുവാണ്. ജസ്റ്റ് വെറുതെ ഇങ്ങനെ നെയിമിന് കൊടുക്കരുത്, പകരം എന്ത് കൊടുക്കണം, സെൽഫ് ഡോട്ട് നെയിം. ഇങ്ങനെ വേണം ഒബ്ജക്റ്റ് വേരിയബിൾ കൊടുക്കാൻ. എന്ത് കൊടുത്തു, സെൽഫ് ഡോട്ട് നെയിം ഈക്വൽ ടു. ഇവിടെ നോക്ക്, സ്കൂളും യൂണിഫോം കളറും ഞാൻ അപ്പൊ തന്നെ കൊടുത്തു ABC റെഡ്. കാരണം എന്താ, എല്ലാവർക്കും സെയിം ആണ് അല്ലെ. പക്ഷെ ഒബ്ജക്റ്റ് വേരിയബിൾ നെയിം എന്ന് പറയുന്ന ഓരോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് അതിന്റെ നെയിമും ഏജും അറിയും. സോ നമ്മൾ ഇവിടെ നമുക്ക് എന്ത് നെയിമും ഏജും കൊടുക്കാൻ പറ്റില്ല, പകരം നമ്മൾ എന്ത് കൊടുക്കും, ഒരു വേരിയബിൾ കൊടുക്കും. ഞാൻ ഇവിടെ നെയിം തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, ഈ നെയിം നമ്മൾ ഇനി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വേണം ഫില്ല് ചെയ്യാൻ വേണ്ടി. സോ എന്ത് കൊടുത്തു, സെൽഫ് ഡോട്ട് നെയിം ഈക്വൽ ടു നെയിം എന്ന് കൊടുത്തു. അപ്പൊ എന്തായി, ഒരു വേരിയബിൾ ആയി. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഏജ് ആണ് കൊടുക്കുന്നത്. എങ്ങനെ കൊടുക്കണം, സെൽഫ് ഡോട്ട് ഏജ് ഈക്വൽ ടു ഏജ്. ഓക്കെ, ഇനി ഇങ്ങനെ മാത്രം കൊടുത്താൽ മതിയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോരാ. നമ്മൾ ഇവിടെ കൺസ്ട്രക്ടറിന്റെ അകത്ത് സെൽഫ് കഴിഞ്ഞ് നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് അതിനകത്ത് വേരിയബിൾ ആയിട്ട് കൊടുക്കുന്നത് അത് ഇവിടെ കൂടെ പാസ് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോ ഇവിടെ എന്തൊക്കെയാ കൊടുത്തത്, നെയിമും ഏജും ആണ് അല്ലെ. അപ്പൊ എന്ത് കൊടുക്കുക, നെയിം കോമ ഏജ്. ഇവിടെ ഈ സെൽഫ് ഡോട്ട് നെയിം, ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. പക്ഷെ ഇത് കഴിഞ്ഞ് ഈക്വൽ ടു സിമ്പിൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഇവിടെ എന്താണോ കൊടുത്തിട്ടുള്ളത് സെയിം ആയിരിക്കും. ഓക്കെ, സെൽഫ് കോമ എന്നിട്ട് എന്താണോ കൊടുത്തിട്ടുള്ളത് അതേ സാധനം വേണം ഇവിടെ കൊടുക്കാൻ വേണ്ടിട്ട്, ഈ ഈക്വൽ ടു കഴിഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടിട്ട്. മനസ്സിലായോ? ഇവിടെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ എങ്ങനെ ഒബ്ജക്റ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാന്ന് മനസ്സിലായോ? ഇനിറ്റ് സെൽഫ് കോമ വേരിയബിൾ നെയിം കൊടുക്കുക. ആ വേരിയബിൾ നെയിം വെച്ച് കൊടുക്കണം. സെൽഫ് ഡോട്ട് നെയിം ഈക്വൽ ടു ഏത് വേരിയബിളിലായിട്ടാണോ സ്റ്റോർ ചെയ്യേണ്ട ആ വേരിയബിളിന്റെ പേര് ഞാൻ നെയിം തന്നെ കൊടുത്തു. അതേപോലെ സെൽഫ് ഡോട്ട് ഏജ് ഈക്വൽ ടു ഏജ് എന്ന് പറഞ്ഞു കൊടുത്തു. മനസ്സിലായോ? ഓക്കെ, അപ്പൊ പിന്നെ നമുക്ക് എന്ത് വേണം, ഇവിടെ എന്തായി, വേരിയബിൾ ഒക്കെ ആയി, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഒക്കെ ആയി. ക്ലാസ് വേരിയബിളും ആയി, ഒബ്ജക്റ്റ് വേരിയബിളും ആയി. പിന്നെ നമുക്ക് ഇനി എന്താ വേണ്ടത്, ബിഹേവിയറാ വേണ്ടത് അല്ലെ. ബിഹേവിയർ എങ്ങനെയാ കൊടുക്കുന്നത്, ഫംഗ്ഷൻ വെച്ച് നേരത്തെ കൊടുത്ത പോലെ ജസ്റ്റ് വെറുതെ ഡീറ്റെയിൽസ് വെച്ചൊരു ഫംഗ്ഷൻ കൊടുക്കുവാണ്. നമുക്ക് വേരിയബിൾ ഒക്കെ പ്രിന്റ് ചെയ്യിക്കാം. ഞാനിപ്പോ അത് കൊടുക്കുന്നില്ല, ജസ്റ്റ് വെറുതെ പ്രിന്റിനകത്ത് ഒരു ഹായ് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നോക്കാം, ഞാൻ ഇവിടെ ഒബ്ജക്റ്റ് ഇപ്പൊ ക്ലാസ് ആയി അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ക്ലാസ് വെച്ച് എങ്ങനെയാ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കണം. നമ്മൾ നേരത്തെ ഒരു ക്ലാസ് വെച്ച് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു സ്റ്റുഡന്റ് എന്ന് പറയുന്ന ക്ലാസ് വെച്ച് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, ഒബ്ജക്റ്റിന്റെ പേര് കൊടുക്കണം അല്ലെ. അപ്പൊ ഒന്നാമത്തെ ഒബ്ജക്റ്റിന്റെ പേര് ഞാൻ എ എന്ന് കൊടുക്കുവാണ്. അപ്പൊ എന്ത് കൊടുത്തു, എ ഈക്വൽ ടു. എങ്ങനെയാ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, ഒബ്ജക്റ്റ് എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യുക, ഒബ്ജക്റ്റിന്റെ പേര് ഇപ്പൊ ഞാൻ ഒബ്ജക്റ്റ് 1 പകരം എ എന്ന് കൊടുത്തു. പിന്നെ കോളം, എന്താ ബ്രാക്കറ്റ്, ബ്രാക്കറ്റ് ആണോ, ക്ലാസിന്റെ പേരൊന്നും വേണ്ടേ അപ്പൊ? അത് പറഞ്ഞോ? ഇല്ല. അപ്പൊ എന്ത് കൊടുത്തു, സ്റ്റുഡന്റ് എന്ന് കൊടുത്തു. നേരത്തെ ആണെങ്കിൽ ഒബ്ജക്റ്റിന്റെ പേര് ഈക്വൽസ് ക്ലാസിന്റെ പേര് കൊടുത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് നമുക്ക് എന്തായി, ഒബ്ജക്റ്റ് ആയി അല്ലെ. പക്ഷെ ഇവിടെ അങ്ങനെ പോരെ. ഇവിടെ നോക്കി, ഞാൻ ജസ്റ്റ് ആ ഒരു ബ്രാക്കറ്റിനകത്ത് കഴ്സർ വെക്കുമ്പോൾ എനിക്ക് എന്ത് വരുന്നുണ്ട്, സെൽഫ് സ്റ്റുഡന്റ് കോമ നെയിം ഏജ് വരുന്നുണ്ട് അല്ലെ. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസിന്റെ അകത്ത് നമുക്ക് ഒബ്ജക്റ്റ് വേരിയബിൾ ഉണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും അത് വെച്ചൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തുകൂടി പാസ് ചെയ്ത് കൊടുക്കണം, ആ ഒരു ഒബ്ജക്റ്റ് വേരിയബിൾ കൂടി പാസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇവിടെ നമുക്ക് 2 ഒബ്ജക്റ്റ് വേരിയബിൾ ഉണ്ട്. ഏതൊക്കെയാ, നെയിമും ഏജും അല്ലെ. നേരത്തെ നമുക്ക് ഒബ്ജക്റ്റ് വേരിയബിൾ ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് വെറുതെ ക്ലാസ് കാർ എന്ന് പറഞ്ഞു കൊടുത്തത്. ഇവിടെ നമുക്ക് നോക്കിയേ, ഈ എ എന്ന് പറയുന്ന ഒബ്ജക്റ്റിന് എന്തൊക്കെയുണ്ട്, സ്കൂൾ ഉണ്ടാവും, യൂണിഫോം കളർ ഉണ്ടാവും, അതിന്റെ കൂടെ എന്തൊക്കെയുണ്ട്, അതിന് നെയിമും ഏജും ഉണ്ട് അല്ലെ. അതിൽ നമ്മൾ സ്കൂളും യൂണിഫോം കളറും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കേണ്ട, കാരണം എത്ര ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താലും അവർക്ക് അതൊക്കെ എന്തായിരിക്കും, സെയിം ആയിരിക്കും. പക്ഷെ നെയിമും ഏജും അതുപോലെയല്ല അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് പറഞ്ഞു കൊടുക്കണം. സോ ഞാൻ ഇവിടെ എന്ത് പറഞ്ഞു കൊടുക്കുകയാണ്, നെയിം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു നെയിം കൊടുത്തു, അനു എന്ന് കൊടുത്തു, ഏജ് എന്ന് പറയുന്നത് 23 എന്ന് കൊടുത്തു. ഓക്കെ ആണോ? അപ്പൊ എന്തായിട്ടുണ്ട്, നെയിമും ഏജും ആയിട്ടുണ്ട്. അപ്പൊ എന്താ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഒബ്ജക്റ്റ് ക്ലാസ്സിനകത്ത് ഒബ്ജക്റ്റ് വേരിയബിൾ ഉണ്ടെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് വേരിയബിൾ അത് വെച്ച് നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കൂടി പാസ് ചെയ്ത് കൊടുക്കണം, ഒബ്ജക്റ്റ് വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കൂടി പാസ് ചെയ്ത് കൊടുക്കണം.
മനസ്സിലായോ? ആ ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഇതെന്തിനാ ഈ സെൽഫ്. ഞാനിവിടെ സെൽഫ് കൊടുത്തിട്ടാണ് ഒരു ഒബ്ജക്റ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തത് അല്ലേ? ആ അപ്പൊ ഈ സെൽഫ് എന്തിനാന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്. ഓക്കെ, നമുക്ക് എന്തിനു വേണ്ടിയാണ് നമ്മൾ സെൽഫ് യൂസ് ചെയ്യുന്നതെന്നാണ് നോക്കേണ്ടത്. ഒരു മിനിറ്റ്, സൗണ്ട് വരുന്നുണ്ട് അല്ലേ? ഓക്കെ, അതായത് ഇപ്പൊ ക്ലാസ് വേരിയബിൾ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും കോമൺ ആണ്, സെയിം മെമ്മറി സ്പേസ് ആണ് ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി ഒബ്ജക്റ്റ് വേരിയബിൾ ആണെങ്കിൽ സെയിം മെമ്മറി ആണോ ഷെയർ ചെയ്യുക? അല്ല. അല്ല, ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും മെമ്മറി സ്പേസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ നോക്കാം, ഞാൻ സ്ക്രീൻ കൊടുക്കട്ടെ. ഓക്കെ, ഇവിടെ നോക്കാം. ഞാനിപ്പോ ഏതൊക്കെയാ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്? ഇപ്പം എ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ എന്താ സംഭവിക്കുക? മെമ്മറിക്കകത്ത് ഇതൊരു മെമ്മറി ആണെങ്കിൽ മെമ്മറിക്കകത്ത് കുറെ സ്പേസ് ഉണ്ടാവും അല്ലേ? അപ്പം ഈ എ എന്ന് പറയുന്ന ഒബ്ജക്റ്റിന് എന്തൊക്കെ ഉണ്ടാവും? നെയിം ഉണ്ട്, ഏജ് ഉണ്ട്, ക്ലാസ് ഉണ്ട് അല്ലെ? അല്ല, സ്കൂൾ ഉണ്ട്, യൂണിഫോം കളർ ഉണ്ട്. അപ്പം എ എന്ന് പറയുന്ന ഒബ്ജക്റ്റിന്റെ നെയിം ഞാൻ ഈ ഒരു ബോക്സിനകത്ത് സ്റ്റോർ ചെയ്തു. ഓക്കെ, എന്റെ നെയിം, അതേപോലെ എന്റെ ഏജ് അല്ലെ? ഇത് രണ്ട് സ്പേസിലായിരിക്കൂലേ? സെയിം മെമ്മറി അല്ലല്ലോ ഷെയർ ചെയ്യുന്നത്. അല്ല. അതേപോലെ ഇനി ക്ലാസ്സും അല്ല സോറി സ്കൂളും അതുപോലെ തന്നെ ഏതാ യൂണിഫോം കളറിനും ഇതുപോലെ എന്റെ എന്നൊക്കെ വേണോ? കാരണം അത് എല്ലാവർക്കും സെയിം ആയിരിക്കും അല്ലെ? അപ്പം സ്കൂൾ ഇവിടെ സ്റ്റോർ ചെയ്യുന്നു, അതുപോലെ തന്നെ പിന്നെ ഏതാ വരുന്നത്? യൂണിഫോം കളർ ഈ ഒരു സ്പേസിനകത്തുണ്ട്. ഇവിടെ ഇത് എന്റെ ആണ്. ഇനി ഞാൻ രണ്ടാമത്തെ ഒരു ഒബ്ജക്റ്റ് ബി എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പൊ ബിക്കും എന്തൊക്കെ ഉണ്ടാവും? നെയിം ഉണ്ടാവും, ഏജ് ഉണ്ടാവും അല്ലെ? ഈ മെമ്മറി സ്പേസിന്റെ പേരല്ലേ ഈ നെയിം ഏജ് എന്ന് പറയുന്നത്? ഈ എന്റെ മെമ്മറി സ്പേസിന്റെ പേരും എന്തെന്നെയാ? നെയിമും ഏജും എന്ന് മാത്രല്ലേ? ഈ എന്നൊന്നും ഉണ്ടാവില്ലല്ലോ. ഇല്ല. ഇല്ല. അപ്പൊ നോക്ക്, ഞാൻ ഇനി എനിക്കത് ആക്സസ് ചെയ്യണം. അതായത് എന്റെ നെയിമും എന്റെ ഏജും അല്ലെങ്കിൽ ബിന്റെ നെയിമും മാത്രം എനിക്ക് പ്രിന്റ് ചെയ്യണം. അപ്പൊ ആ സമയത്ത് നോക്കിയാൽ ഞാൻ എന്റെ ഏജ് ആണ് എനിക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. പക്ഷെ ഇത് നോക്കി, രണ്ട് മെമ്മറിക്ക് സെയിം നെയിം ഉണ്ട്. ഇതിന്റെ ഏജ് തന്നെയാണ്, ഇതും ഏജ് തന്നെയാണ്. ഇതിന്റെ ഏജ് എന്ന് പറയുന്നത് 5ഉം ഇതിന്റെ ഏജ് എന്ന് പറയുന്നത് 6ഉം ആണെങ്കിൽ ഇത് എങ്ങനെ മനസ്സിലാക്കും ഇത് ഏതിന്റെ ഏജ് ആണ് ചോദിക്കുന്നത് എന്നുള്ളത്? മനസ്സിലാവോ? ഇല്ല. ഇല്ല. അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ വരും. അത് ഒഴിവാക്കാനാണ് നമ്മൾ ഇവിടെ എന്ത് യൂസ് ചെയ്യുന്നത്? സെൽഫ് എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്യുന്നത്. അതായത് ഞാൻ ഇവിടെ സെൽഫ് ഡോട്ട് നെയിം ഈക്വൽ ടു നെയിം എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ? അതായത് ഇത് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് വെറുതെ ഇങ്ങനെ ഏജ് എന്ന് കൺഫ്യൂഷൻ ആർക്ക്? നമുക്കോ സിസ്റ്റത്തിനോ? സിസ്റ്റത്തിന്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചെങ്കിൽ ഈ സെൽഫ് നമ്മൾ എന്താണോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ ക്രിയേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ റെഫറൻസ് എങ്ങോട്ട് പോകും? സെൽഫിലോട്ട് പോകും. അതായത് ഞാനിപ്പോ ഇവിടെ എ ഈക്വൽ ടു സ്റ്റുഡന്റ് ഓഫ് നെയിം ഏജ് കൊടുക്കുന്ന സമയത്ത് ഈ എ എന്ന് പറയുന്ന ഒബ്ജക്റ്റിന്റെ റെഫറൻസ് എവിടെ പോകും? സെൽഫിലോട്ട് പോകും. അപ്പൊ എങ്ങനെ സ്റ്റോർ ചെയ്യും? ജസ്റ്റ് വെറുതെ നെയിം ഏജ് എന്ന് പറഞ്ഞ സ്റ്റോർ ചെയ്യില്ല. പകരം ഈ സെൽഫിൽ ആരുടെ റെഫറൻസ് ഉണ്ട്? എന്റെ റെഫറൻസ് ഉണ്ട് അല്ലെ? അപ്പം എ ഡോട്ട് നെയിം അല്ലെങ്കിൽ എ ഡോട്ട് ഏജ്. ഓക്കെ, ആ രീതിയിൽ ഏണ്ടത് മാത്രം എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. ഇനി രണ്ടാമതൊരു ഒബ്ജക്റ്റ് ബി എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പം ഈ ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റിന്റെ റെഫറൻസ് എങ്ങോട്ട് പോകും? സെൽഫിലോട്ട് പോകും. അപ്പൊ എന്താ വരുന്നത്? ബി ഡോട്ട് നെയിം, ബി ഡോട്ട് ഏജ്. മനസ്സിലായോ? അങ്ങനെ തന്നെ മെമ്മറിക്കകത്ത് സ്റ്റോർ ആവും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിനെ ആക്സസ് ചെയ്യുന്ന സമയത്തും ഞാൻ ജസ്റ്റ് വെറുതെ ഇങ്ങനെ നെയിം അല്ലെങ്കിൽ ഏജിന് എനിക്ക് പ്രിന്റ് ചെയ്യിക്കാൻ പാടില്ല. പകരം എങ്ങനെ പ്രിന്റ് ചെയ്യിക്കണം? നമ്മൾ നേരത്തെ കാർ ഡോട്ട് കളറിനൊക്കെ കൊടുത്ത പോലെ ഇവിടെ എങ്ങനെ വേണം കൊടുക്കാൻ വേണ്ടിട്ട്? സെൽഫ് ഡോട്ട് നെയിം അതേപോലെ സെൽഫ് ഡോട്ട് ഏജ്, ഈ രീതിയിൽ തന്നെ എന്ത് വേണം? അതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിട്ട്. മനസ്സിലായോ? ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ഇവിടെ എ ഡോട്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ തന്നെ നെയിമും അതുപോലെ തന്നെ എന്റെ തന്നെ ഏജും എനിക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. ക്ലിയർ ആണോ? സെൽഫ് വെച്ച് വേണം നമ്മൾ എന്താ നമ്മൾ ആ പ്രിന്റിൽ അങ്ങനെ തന്നെ കൊടുക്കണം അല്ലേ?
ആ നമ്മൾ സെൽഫ് വെച്ച് തന്നെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി സ്റ്റോർ ചെയ്യാനും, ആ സെൽഫ് വെച്ച് വേണം നമ്മൾ അതിനെ ആക്സസ് ചെയ്യാനും. ആ സെൽഫിന്റെ യൂസ് എന്താന്ന് മനസ്സിലായിട്ടുണ്ടോ? ആ ഓക്കെ, സിസ്റ്റത്തിന് ഇനി ഇവിടെ കൺഫ്യൂഷൻ വരാതിരിക്കും. ഏഹ് സിസ്റ്റത്തിന് കൺഫ്യൂഷൻ വരാതിരിക്കാൻ. ആ അങ്ങനെ വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കി നമ്മൾ ഒബ്ജക്റ്റ് വേരിയബിൾ എപ്പോഴും എങ്ങനെ ആക്സസ് ചെയ്യണം? സെൽഫ് വെച്ചിട്ട്. ഇനി ക്ലാസ് വേരിയബിൾ എങ്ങനെ ആക്സസ് ചെയ്യാന്നാ പറഞ്ഞേ? ക്ലാസിന്റെ പേര് വെച്ച് ആക്സസ് ചെയ്യാന്ന് പറഞ്ഞു. അവിടെ സെൽഫ് ഡോട്ട് സ്കൂൾ എന്ന് കൊടുക്കണോ? വേണ്ട. വേണ്ട. എന്ത് കൊടുത്താൽ മതി? സ്റ്റുഡന്റ് ഡോട്ട്, അല്ലെ ക്ലാസ് നെയിം സ്റ്റുഡന്റ് ആണ്, അപ്പൊ എന്ത് കൊടുത്താൽ മതി? സ്റ്റുഡന്റ് ഡോട്ട് സ്കൂളും അതുപോലെ തന്നെ സ്റ്റുഡന്റ് ഡോട്ട് യൂണിഫോം കളറും കൊടുത്താൽ മതി. അപ്പൊ ഇപ്പൊ ഞാൻ എന്റെ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടി എ ഡോട്ട് ഡീറ്റെയിൽസ് കൊടുത്താൽ എനിക്ക് എന്തൊക്കെ പ്രിന്റ് ചെയ്യും? ഈ എന്റെ നെയിം, എന്റെ ഏജ്, സ്കൂളും യൂണിഫോം കളറും എല്ലാവർക്കും സെയിം ആയിരിക്കും. ഓക്കെ ആണോ? ആ ഇനിയിപ്പോ ഞാനിവിടെ ബി എന്ന് പറഞ്ഞിട്ട് വേറൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബി ഈക്വൽ ടു സ്റ്റുഡന്റ് ഓഫ്, നെയിം എന്ന് പറയുന്നത് അജു, അതുപോലെ തന്നെ ഏജ് എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, ഇനി ഞാൻ ബി ഡോട്ട് സ്റ്റുഡന്റ് ആണ്, അല്ല ഡീറ്റെയിൽസ് ആണ് പ്രിന്റ് ചെയ്യിക്കുന്നെങ്കിലോ? ബിന്റെ നെയിമും ബിന്റെ ഏജും വരും. സോറി, ഏജ് നെയിം എപ്പോഴും കോഡ്സിനകത്ത് കൊടുക്കണേ, സ്ട്രിങ് ആണ്. അപ്പൊ എന്ത് വരും? ബിന്റെ നെയിമും ബിന്റെ ഏജും വരും. സ്കൂളും യൂണിഫോം കളറും നേരത്തെ കൊടുത്ത പോലെ അനുവിന്റെ തന്നെ ആയിരിക്കും. അതെന്തുകൊണ്ട്? അത് ആ ക്ലാസ് വേരിയബിൾ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഓക്കെ, അപ്പൊ ഒബ്ജക്റ്റ് വേരിയബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് മനസ്സിലായോ? ആ പിന്നെ സെൽഫിന്റെ യൂസ്. പിന്നെ ആ പറഞ്ഞില്ലേ എന്താ, അങ്ങനെ വേണമെങ്കിൽ പറയാൻ തുടങ്ങിയില്ല. അപ്പൊ യഥാർത്ഥത്തിൽ എങ്ങനെയാ പറയണ്ടേ? ഏത് സെൽഫ് സിസ്റ്റത്തിന്. എന്തിനാ? ഓരോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റിന്റെ റെഫറൻസ് പോകാൻ വേണ്ടി നമുക്ക് മെമ്മറിക്കകത്ത് സ്റ്റോർ ആ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒബ്ജക്റ്റ് വേരിയബിൾ ഓരോന്നും ഓരോ മെമ്മറി സ്പേസ് ആണ് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഉം. അപ്പൊ നമുക്ക് അതിന് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും? ഓരോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഒബ്ജക്റ്റിന്റെ റെഫറൻസ് എങ്ങോട്ടേക്ക് പോകും? സെൽഫിലോട്ട് പോകും. അപ്പൊ നമുക്കത് ആ ഈസി ആയിട്ട് സ്റ്റോർ ചെയ്യാനും ആക്സസ് ചെയ്യാനും പറ്റും. ഓക്കെ. ഓക്കെ, അപ്പൊ ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ.
ചെയ്തു. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ? ആ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലീവ് ചെയ്തോളൂ കേട്ടോ. ബാക്കി നാളെ എടുക്കാം.